ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ 7SA സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്ന് ഞായറാഴ്ച മാത്രം അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തത് 5,05,00,000 രൂപയാണ്. ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷൻ ഞായറാഴ്ച നേടിയെടുക്കുന്ന സിനിമകളുടെ പട്ടികയിൽ വാഴ 2വിന്റെ സ്ഥാനം 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് L2 എമ്പുരാനാണ്. 8,21,00,000 രൂപയാണ് ആദ്യ ഞായറാഴ്ച പ്രീസെയിലായി ഈ സിനിമയ്ക്ക് കിട്ടിയത്. 2-ാം സ്ഥാനത്ത് മോഹൻലാൽ ചിത്രമായ തുടരുമാണ്. 5,97,00,000 രൂപ ആദ്യ ഞായറാഴ്ച ഈ സിനിമ പ്രീസെയിലായി നേടിയെടുത്തിരുന്നു. 3-ാം സ്ഥാനത്തുള്ള വാഴ 2 5,05,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 5,20,00,000, 2-ാം ദിവസം 5,70,00,000, 3-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 7,30,00,000 എന്നിങ്ങനെ 18,20,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ 3 ദിവസത്തെ വിശദമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം ആദ്യ ദിവസം 10,54,00,000, 2-ാം ദിവസം 15,26,00,000, 3-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 19,70,00,000 എന്നിങ്ങനെ 45,50,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈസ്റ്റർ ദിനം കൂടിയ 4-ാം ദിവസം ഇത് ഞായറാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 7.5-8 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 26 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 65-66 കോടി റേഞ്ചിലാണ് വാഴ 2 എത്തിച്ചേർന്നിട്ടുള്ളത്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിലും കേരളത്തിൽ 50 കോടി ക്ലബിലും എത്തപ്പെട്ട സിനിമയാണ് ആട് 3. ചിത്രം 17-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 73,00,000 രൂപയാണ്. അങ്ങനെ 17 ദിവസം കൊണ്ട് 50 കോടിയിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ 50 കോടി ക്ലബിൽ എത്തപ്പെടുന്ന 19ാമത്തെ സിനിമയാണ് ആട് 3. അതേസമയം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ എത്തപ്പെടുന്ന 14ാമത്തെ സിനിമയാണ് ആട് 3. 18-ാം ദിവസമായ ഞായറാഴ്ച കേരളത്തിൽ 1 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 51 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 120 കോടി റേഞ്ചിലുമാണ്. ഏപ്രിൽ 3 തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തെലുങ്ക് സിനിമയാണ് രക്കാസ. മാനസ ശർമ്മ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെലങ്കാനയിൽ 2,86,00,000, ആന്ധ്രയിൽ 2,70,00,000, കർണാടകയിൽ 59,00,000, തമിഴ്നാട്ടിൽ 5,00,000, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 7,00,000 എന്നിങ്ങനെ 6,27,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $2,85,000 അതായത് $2,64,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി രക്കാസ നേടിയെടുത്തിരിക്കുന്നത് $8,91,00,000 രൂപയാണ്. ഏപ്രിൽ 3 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത് നല്ല കളക്ഷനുമായി മുന്നോട്ട് പോകുന്ന തെലുങ്ക് സിനിമയാണ് ബൈക്കർ. അഭിലാഷ് റെഡ്ഡി കങ്കാര തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ശെർവാനന്ദ്, രാജശേഖർ, മാളവിക നായർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് തെലങ്കാന കളക്ഷനായി 3,13,00,000, ആന്ധ്ര കളക്ഷനായി 2,06,00,000 എന്നിങ്ങനെ 5,19,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 6,33,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് 1,96,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 8,29,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ശ്രീശെന്തിൽ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കാളിദാസ് 2. ചിത്രത്തിൽ ഭരത്, അജയ് കാർത്തി, സംഗീത മാധവൻ, ഭവാനി ശ്രീ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 3,14,000 രൂപയാണ്. തമിഴ്നാട്ടിൽ ഈ സിനിമ 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 85,00,000 രൂപയുമാണ്. ആദ്യ 2 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലുമാണ്. നിഷാദ് ഹസൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറി വരുന്ന സിനിമയാണ് പകിടകളി. സമ്പൂർണ്ണമായും ഐഫോണിൽ ചിത്രീകരിക്കപ്പെട്ട ഈ സിനിമയിൽ ടിറ്റോ വിൽസൺ, ദേവസൂര്യ, അന്ന മരിയ, രഞ്ജിത മുകുന്ദൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2,47,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 1 റിലീസ് ചെയ്ത അമേരിക്കൻ ആനിമേഷൻ സിനിമയാണ് സൂപ്പർ മാരിയോ ഗാലക്സി. കേരളം ഉൾപ്പെടെ തിയേറ്ററിലെത്തി ഈ സിനിമയുടെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയിൽ 63,00,000, തെലങ്കാനയിൽ 35,00,000, തമിഴ്നാട്ടിൽ 38,00,000, കേരളത്തിൽ 12,00,000, ആന്ധ്രയിൽ 5,00,000 എന്നിങ്ങനെ 1,53,00,000 രൂപയാണ് തെക്കേ ഇന്ത്യൻ കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി ഈ സിനിമ 4,34,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി $370.7 മില്യൺ അതായത് 3,437 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് $110 മില്യൺ ആണ്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് 18-ാം ദിവസമായ 3ാമത്തെ ഞായറാഴ്ചയാണ് പിന്നിടുന്നത്. സിനിമ ഇന്നലെ വരെയുള്ള 17 ദിവസം കൊണ്ട് കേരളത്തിൽ $17,66,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ $120.71, തെലങ്കാനയിൽ $63.31, ആന്ധ്രയിൽ $25.75, തമിഴ്നാട്ടിൽ $34.52 എന്നിങ്ങനെ സൗത്ത് ഇന്ത്യൻ കളക്ഷനായി ആദ്യ 17 ദിവസം കൊണ്ട് $261.95 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി $1,179.30 രൂപയാണ് 17 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ $1,564.30 രൂപയുമാണ്. 18-ാം ദിവസം ഞായറാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 1,600 കോടി റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് യൂത്ത്.
ഈ ചിത്രത്തിൻ്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 17 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,33 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി 46,64 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 17 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തത് 56,46 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $1.18 മില്യൺ $10,90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമായി 17 ദിവസം കൊണ്ട് 67,36 ലക്ഷം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി നിലവിൽ ലഭിച്ചിട്ടുള്ളത് 28,76 ലക്ഷം രൂപയാണ്. 7 കോടി രൂപ മാത്രമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 26 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. ചിത്രം 10-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 10 ദിവസം കൊണ്ട് 4,80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 11-ാം ദിവസം ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരള കളക്ഷൻ 5 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സിനിമയുടെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടിക്ക് മുകളിലുമാണ്. പവൻ കല്യാൺ നായകനായി ഹാരി ശങ്കർ തിരക്കഥ സംവിധാനം ചെയ്ത ഉസ്താദ് ഫാഗ് സിംഗ് തിയേറ്ററിലെത്തിയത് മാർച്ച് 19-നായിരുന്നു. നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ഈ സിനിമയുടെ ഇന്നലെ വരെയുള്ള 17 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 99,25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 18-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമ ലോകമെമ്പാടുമായി 99,50 ലക്ഷം റേഞ്ചിൽ എത്തിച്ചേരാനാണ് സാധ്യത. നിലവിൽ 100 കോടി ക്ലബ്ബിൽ എത്തപ്പെടാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.